ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ ചെയ്യുന്ന വസ്തുക്കളുടെ പ്രൊമോഷൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ഈ കടകളിൽ നിന്ന് സാധനം മേടിച്ച് ഉപയോഗിക്കുന്നവരല്ല. പണ്ടൊരു കോമഡി കേട്ടിട്ടുണ്ട്. ഭാര്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഭർത്താവിനോട്, ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരണ്ട, അല്ല ഉച്ചയ്ക്ക് വരണ്ട, ഇവിടെ ഭക്ഷണമൊന്നുമില്ല, ഹോട്ടലിൽ നിന്ന് കഴിച്ചു, സ്വന്തം ഹോട്ടലാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, തന്നെ നിനക്കറിയത്തില്ലേടി, ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് ഒരിക്കലും കഴിക്കാറില്ല എന്നറിയത്തില്ല എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർ ആരും തന്നെ ഇത്രയും ചീപ്പ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് പോയി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് അവിടുത്തെ ഭക്ഷണം കൊടുക്കുകയോ അല്ലെ അവിടുത്തെ കാര്യങ്ങൾ മേടിച്ച് കൊടുക്കുകയും ചെയ്തൊന്നുമില്ല. വേണം, അത്യാവശ്യമൊക്കെ നല്ല സാധനങ്ങളുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേങ്കിൽ തരംതാണ് പോകുമ്പം പൈസ കൊടുത്താൽ എന്തും പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുണ്ട് കുറേ ആൾക്കാർ ചുമ്മാ ഇറങ്ങി പ്രൊമോഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പം നിയമം വരുന്നത്. പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ബോധമില്ലാത്ത ആൾക്കാർ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങൾ പോയി ഈ പന്ന സാധനങ്ങൾ പോയി മേടിച്ച്, പ്രത്യേകിച്ച് നിങ്ങളങ്ങ് ഉപയോഗിക്കുക. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും കൊണ്ട് ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ഈ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ചിലപ്പം നിങ്ങൾക്ക് എന്നും വിഷമം ഉണ്ടാക്കത്തേ ഉള്ളൂ. അത് എത്ര പറഞ്ഞാലും എവിടെയെങ്കിലും ഓഫറുണ്ട്, എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടി അങ്ങ് പോകും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും ആർക്കും ഒന്നും ചുമ്മാ തരത്തില്ല. ഓഫറിനൊക്കെ കിട്ടുന്ന സാധനങ്ങളുണ്ട്, മുട്ടായി മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്ന കടങ്ങളുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ട് ഇവർ ഓഫറിന് ഇത് കൊടുക്കുന്നു, അതിന് ഇത്ര വിലയുള്ളൂ? ഒരിക്കലും അല്ല. അവർ ഓഫറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും അത് ഓഫറിന് കൊടുക്കാൻ. ഇപ്പം നമ്മളിപ്പം വീട്ടിൽ വെക്കുന്ന അലങ്കാര വസ്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ പുറകിരിക്കുന്ന ഈ ഒരു സാധനം, ഇതിന് നിങ്ങൾ ഓഫറിന് കിട്ടിയോ? നിങ്ങൾ മേടിച്ചു നിങ്ങളുടെ വീട്ടിൽ വെക്ക്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ, അല്ലെ നിങ്ങൾ ഡെയിലി ദേഹത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അല്ല കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതിന് സത്യമായിട്ട് നിങ്ങൾ ഈ ചീപ്പായിട്ട് പോകരുത്. അത് നല്ലൊരു എന്താ പറയുക, ജെനുവിനായിട്ടുള്ള ഒരു കടകളിൽ നിന്നൊക്കെ മേടിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവൂ. കാരണം അതിൻ്റെ ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ചിലപ്പം വളരെ വലുതായിരിക്കും. താങ്ക് യു.